എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുന്തിരിത്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടോ? മോഹൻലാലിന്റെ സിനിമയിൽ പറയുന്നത് പോലെ നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്നത് പോലെ മുന്തിരിക്കുലകൾ പഴുത്ത് തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോവേണ്ടതും കാണേണ്ടതുമായ ഒരു കാഴ്ചയാണ്. ഞങ്ങൾ കുമളിയിൽ വന്നപ്പോൾ അവിടുന്ന് തൊട്ടടുത്ത കമ്പത്തുള്ള ആ മുന്തിരിത്തോട്ടത്തിലേക്ക് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. ഞാനും അനിയന്മാരും ഫാമിലിയും ഞങ്ങളെല്ലാവരുമായിട്ട് ആ തൊട്ടടുത്ത് കമ്പത്തുള്ള ആ മുന്തിരി തോട്ടങ്ങളിലേക്ക് വന്നു. എന്തായാലും വന്ന സമയം വളരെ നല്ലതായിരുന്നു. കാര്യം ഒരുപാട് ആൾക്കാർ ഇത് കാണാനും അതുപോലെ തന്നെ മുന്തിരിയാണെങ്കിലും പാകമായി ഒക്കെ കിടപ്പുണ്ട്. നേരത്തെ ഒരു തവണ ഞാനിതുപോലെ സുഹൃത്തുക്കളുമായിട്ട് വന്ന സമയത്ത് മുന്തിരി പാകമാകാതെ പച്ചയായിട്ട് കിടക്കുകയായിരുന്നു. എന്തായാലും വിളവെടുക്കുന്ന കാലമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാനും ആസ്വദിക്കാനും പറ്റി. നമ്മൾ ഈ കാണുന്ന മുന്തിരി പറിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഒരു കൊല പറിച്ച് 500 രൂപ ഫൈൻ എന്നും പറഞ്ഞ് അവിടെ ആൾക്കാർ പറയുകയും എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആവശ്യമാണെങ്കിൽ അവിടുന്ന് അവരുടെ തോട്ടത്തിൽ നിന്ന് ഈ മുന്തിരി നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ അവിടെ ആ മുന്തിരി തന്നെ ഫ്രഷ് ആയിട്ട് അവിടെ തന്നെ ജ്യൂസ് അടിച്ച് തരുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് മുന്തിരി ജ്യൂസ് കുടിക്കാം. ഇനി അതെല്ലാം മുന്തിരിങ്ങയായിട്ട് വേണമെങ്കിൽ അതും എടുക്കാം. ഞാൻ വീഡിയോ പിടിക്കുന്നത് കണ്ട് മോനൊക്കെ പതുക്കനെ മാറുവാണ്. വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ട എന്നുള്ള രീതിയിൽ മാറി മാറി കളിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ വന്നവർക്ക് എല്ലാവർക്കും ആ മുന്തിരിത്തോട്ടം കാണാൻ വന്നത് നല്ല ഒരു അനുഭവമായിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ അതുവഴി പോവുകയാണെങ്കിൽ, ഈ കമ്പന്തേനി വഴി പോവുകയാണെങ്കിൽ, കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ മുന്തിരിത്തോട്ടത്തിലൊന്ന് കയറി ഒന്ന് കണ്ട് ഒക്കെ പോവുക. കാര്യം ഈ മുന്തിരിത്തോട്ടത്തിൽ കയറുന്നതിന് പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ മുന്തിരിങ്ങ വാങ്ങാം. അതല്ലെങ്കിൽ മുന്തിരിങ്ങയുടെ സ്കോഷ്, മുന്തിരിങ്ങ ജ്യൂസ്, അങ്ങനെ മുന്തിരിയുടെ ഐറ്റംസ് പലതും അവിടെയുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളവിടെ പണം മുടക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്കത് കണ്ട് ആസ്വദിച്ച് ആ വഴി പോകാം. എന്തായാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു മുന്തിരിത്തോട്ടവും ആ മുന്തിരിത്തോട്ടത്തിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു അനുഭവമായിരിക്കും. എന്തായാലും നിങ്ങൾക്കും എപ്പോഴെങ്കിലും അതിലേക്ക് പോവുകയാണെങ്കിൽ ഈ മുന്തിരിത്തോട്ടങ്ങൾ കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ആ യാത്രയിൽ പോകുന്ന വഴികൾക്കടുത്തായി ഇതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ മറക്കാതിരിക്കുക. ഒരു പക്ഷേ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരിക്കാം നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു അനുഭവങ്ങളായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് യാത്രകൾ എല്ലാവരും ചെയ്യുക, എല്ലാവരും യാത്രകൾ ആസ്വദിക്കുക. യാത്രയിലെ കാഴ്ചകളാണ് ആ യാത്രയെ എന്നും ഓർമ്മയിൽ കുറിച്ചിടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യാത്രകൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ചുറ്റുമുള്ളത് കാണാനും കണ്ട് ആസ്വദിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും മുന്തിരിത്തോട്ടം ഞാനും എൻ്റെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു.